നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാധാരണ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ഈ കെണികളിൽ വീഴുന്ന പെൺകുട്ടികൾ പലതരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടുന്നതും പല ആളുകളാൽ വഞ്ചിക്കപ്പെടുന്ന വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും യുവതികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് മുന്നറിയിപ്പും നൽകാറുണ്ട്. സൂക്ഷിക്കണം, പലതരത്തിലുള്ള ചതിക്കുഴികൾ ഒളിഞ്ഞു കിടക്കുന്ന ഒന്നാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയമാണ്. അതുപോലെ പല ഉപകാരമുള്ള മീഡിയയാണ്. എന്നാൽ ഇന്ന് പെൺകുട്ടികളും അല്ലെങ്കിൽ യുവതികളും മാത്രമല്ല സൂക്ഷിക്കേണ്ടത്, പുരുഷന്മാരും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ഒരു സംഭവം വിളിച്ചു പറയുന്നത്. അതായത് തൃശ്ശൂരിൽ ഒരു യുവതി ഒരു യുവാവുമായിട്ട് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നു. വളരെ നല്ല സൗഹൃദമാകുന്നു. പിന്നീട് പരിചയപ്പെട്ട യുവാവിൻ്റെ മാലയും മൊബൈൽ ഫോണും കവർന്ന് ഈ യുവതി ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുകയാണ്. തൃശ്ശൂർ പാവറട്ടി എടക്കാട് വീട്ടിൽ ഹമീഷ ദാസ് ആണ് പീച്ചി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. 25 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായം. ചുമ്മാ അങ്ങനെ വിളിച്ചു വരുത്തി മാലയും കമ്മലും കവരുകയല്ല ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ ഇരുവരും തമ്മിൽ കുറേ കാലമായിട്ട് സൗഹൃദത്തിലായിരുന്നു. ഇങ്ങനെയാണ് ഇവർ ഒരുമിച്ച് കാണാമെന്ന് തീരുമാനിക്കുന്നത്. യുവാവിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ജൂൺ 26-ന് പീച്ചി ഡാമിൻ്റെ പരിസരത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇങ്ങനെ യുവാവ് അവിടേക്ക് എത്തി. ഡാമിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് യുവാവിൻ്റെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. പിന്നീട് അവിടെ ആരും ഇല്ല എന്ന് കണ്ടപ്പോൾ യുവാവിൻ്റെ കഴുത്തിൽ കിടന്ന 4 പവന്റെ സ്വർണ്ണമാലയാണ് ഹമീഷ ദാസ് ഊരി മാറ്റിയത്. ഇതോടുകൂടി എന്തോ പന്തികേട് മണത്ത യുവാവ് എതിർത്തതോടെ ബഹളം വെച്ച് ആളെ കൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയ പെൺകുട്ടി പിന്നീട് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും കൈക്കലാക്കി കടന്നു കളഞ്ഞു. ഇതിനിടെ യുവാവിന്റെ ജനനേന്ദ്രിയവും പ്രതി കടിച്ച് മുറിവേൽപ്പിച്ചതായും പരാതിയിലുണ്ട്. യുവാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് എറണാകുളം കടവന്ത്രയിൽ വെച്ച് പ്രതിയായ ഹമീഷ ദാസിനെ പിടികൂടിയിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് യുവാവിനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തെത്തി ഇത്തരത്തിൽ മാലയും അതുപോലെ തന്നെ കയ്യിലുള്ള വിലപിടിപ്പുള്ള മറ്റുള്ള മൊബൈൽ ഫോണും പേഴ്സൊക്കെ തന്നെ കവരാൻ തന്നെയായിരുന്നു പെൺകുട്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇൻസ്റ്റഗ്രാം വഴി യുവാവിനെ പരിചയപ്പെട്ട ഇത്തരത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത്. ഏതായാലും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ജൂൺ 26-നാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. ഇനി ഈ പെൺകുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും ഇത് ആദ്യത്തെ സംഭവമാണോ, ഇതിനു മുമ്പും ഇത്തരത്തിൽ ഏതെങ്കിലും യുവാക്കളെ പറ്റിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരൊക്കെ നാണക്കേട് കാരണം ഇത് പരാതി പറയാൻ മടിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളിൽ ഉൾപ്പെടുമ്പോൾ സൂക്ഷിക്കുക. കാരണം നമ്മൾ മൊബൈൽ ഫോണിൽ ഒരു ഡിജിറ്റൽ ലോകത്തിരുന്നു കൊണ്ടാണ് ഒരാളായിട്ട് സൗഹൃദത്തിൽ നമ്മൾ ഇടപെടുന്നത്. അപ്പോൾ അവരെ നേരിട്ട് കാണുന്നില്ല. അപ്പോൾ അപ്പുറത്തുള്ള ആൾ എത്രത്തോളം നല്ല വ്യക്തിയാണ്, എത്രത്തോളം ഒരു ചീത്ത വ്യക്തിയാണ് എന്നുള്ളതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. തീർച്ചയായിട്ടും സൗഹൃദങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ ചെന്ന് പെടാതെ ഇരിക്കുക.